പേരിലുള്ള പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങില്ലെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും കടുത്ത വിമർശനം ഉയർന്നതോടെ എംപിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നും ഓഫീസ് വ്യക്തമാക്കി. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്താൻ തരൂർ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ വീട്ടിലെത്തിയെങ്കിലും തരൂർ പുറത്തിറങ്ങിയില്ല. അവാർഡ് വാങ്ങാൻ എത്തുമെന്ന് അറിയിച്ചിരുന്നതായി സംഘാടകർ വ്യക്തമാക്കിയിരുന്നു. HRDS ഇന്ത്യ എന്ന സംഘടനയുടേതാണ് അവാർഡ്. തരൂരിനെ തിരഞ്ഞെടുത്തതിനു ശേഷം അവാർഡ് നിർണയ ജൂറിയുടെ അധ്യക്ഷൻ തന്നെ തരൂരിനോട് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് പങ്കെടുക്കുമെന്ന ഉറപ്പ് നൽകിയത് എന്നാണ് HRDS പറയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു പുരസ്കാരങ്ങൾ സമ്മാനിക്കേണ്ടിയിരുന്നത്. പുരസ്കാരം വാങ്ങിയാലും ഇല്ലെങ്കിലും തരൂർ ഇപ്പോൾ എയറിലാണ്. കോൺഗ്രസിൽ നിന്നും ഉയർന്ന രൂക്ഷമായ വിമർശനമാണ് ശശി തരൂരിനെതിരെ ഉയർന്നത്. കോൺഗ്രസിന്റെ രക്തം ശശി തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം അവാർഡ് നിരസിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. RSSുമായി ബന്ധപ്പെട്ട സംഘടനയാണ് HRDS. ഒരുപാട് വിവാദങ്ങളും പരാതികളും സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ട്. അവാർഡ് സ്വീകരിച്ചാൽ കോൺഗ്രസുകാരുടെ മനസ്സിൽ നിന്ന് തരൂർ എന്നേക്കുമായി പുറത്താകുമെന്നതിൽ സംശയമില്ലെന്നും ഉണ്ണിത്താൻ ആഞ്ഞടിച്ചു. സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം ഒരു കോൺഗ്രസുകാരനും സ്വീകരിക്കാൻ പാടില്ലെന്ന് K മുരളീധരനും പറഞ്ഞു. മോദി സ്തുതിയുടെ പേരിൽ തന്നെ കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ എതിർപ്പ് ശക്തമാണ്. അതേസമയം നരേന്ദ്രമോദിയെ തുടർച്ചയായി സ്തുതിക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരള ഘടകവുമാണ്. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പോലും തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയ ബാധ്യതയായ തരൂരിനെ പുറത്താക്കണമെന്നാണ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും നിലപാട്. എന്നാൽ തരൂരിന്റെ മോദി സ്തുതിയെയും മൃദു ഹിന്ദുത്വവും കേരളത്തിൽ കോൺഗ്രസിന് വോട്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചാണ് വേണുഗോപാൽ ഇതിനെ തടയിടുന്നത്. കേരളത്തിൽ തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്താണ് കോൺഗ്രസും മുന്നണിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ LDFിനോട് ഏറ്റുമുട്ടാൻ മൃദു ഹിന്ദുത്വ വോട്ട് വേണം. ഇനിയും പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് നാമാവശേഷമാകും. വോട്ട് ചോർച്ച പരമാവധി തടഞ്ഞ് മൃദു ഹിന്ദുത്വ വോട്ട് സമാഹരിക്കണം. അതിന് തരൂരിനെ ഒപ്പം നിർത്തണമെന്നതാണ് കേരള ലോബി ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുന്ന ന്യായം. വേണുഗോപാലാണ് ഡൽഹിയിൽ നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തരൂരിന് മോദിയെ പുകഴ്ത്താൻ കഴിയുന്നത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ ബ്യൂട്ടിയാണെന്നാണ് കേരളത്തിൽ നേതൃത്വം പിടിക്കാൻ ശ്രമിക്കുന്ന KC വേണുഗോപാൽ അടുത്തിടെ പ്രതികരിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി നൽകിയ അത്താഴ വിരുന്നിൽ രാഹുലിനെയും ഖാർഗെയെയും കേന്ദ്ര സർക്കാർ ക്ഷണിച്ചില്ല. എന്നാൽ ക്ഷണം ലഭിച്ച തരൂർ കോൺഗ്രസ് നിർദ്ദേശം ലംഘിച്ച് പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം കോൺഗ്രസ് നിലപാട് തള്ളി. ജനാധിപത്യ പാർട്ടികളിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ച് നെഹ്റു കുടുംബത്തെ ലക്ഷ്യമിട്ട് ലേഖനം എഴുതിയതും BJPക്കൊപ്പമാണെന്ന് തരൂർ വ്യക്തമാക്കി. ഇതോടെയാണ് തരൂരിനെതിരെ നടപടി വേണമെന്ന് ഖാർഗെയും സോണിയയും നിലപാടെടുത്തത്. അതിനിടെ സവർക്കറുടെ പേരിലെ അവാർഡ് കൂടി വാങ്ങുന്നത് വലിയ വെല്ലുവിളിയാകുമെന്ന് മനസ്സിലാക്കിയാണ് ശശി തരൂരിന്റെ പിന്മാറ്റം.